അധ്യക്ഷനായിട്ട് നമ്മുടെ ഉമ സംഘടനയുടെ പ്രസിഡന്റ് മോഹൻ മാഡത്തെ ആദ്യപൂർവ്വം ക്ഷണിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സിനിമാ താരം ഈ നമ്മുടെ സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി സുരേഷ് കുറ്റൂർ അവരുടെയും ഈ യോഗത്തിലേക്ക് ആദരവ് സ്വാഗതം ചെയ്യും. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്, കവികളുണ്ട്, അതുപോലെ തന്നെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, അംഗൻവാടി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ സിനിമ കൂടാതെ തന്നെ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കി സ്വാഗതം ആശംസിക്കുകയാണ്. അതിനു മുമ്പ് ഈ പരിപാടിയെക്കുറിച്ച് ഒരു ചെറിയ ലഘു വിവരണം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓരോരുത്തരെയും നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ അല്ലെങ്കിൽ ഈ മേഖലയുടെ ലക്ഷ്യം എന്താണെന്ന് മലയാള സിനിമയിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും കോലാഹലങ്ങളും ഒക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോഴാണ് നമ്മുടെ അമേരിക്കൻ സിനിമാ കമ്പനിയായ സ്കൈ ഷെയർ പ്രൊഡക്ഷൻസ് കഴിഞ്ഞ പ്രാവശ്യം ഒരു സിനിമ നിർമ്മിക്കുണ്ടായി. ഒരു മൊബൈൽ ഫോൺ പ്രണയം എന്നാണ് ആ സിനിമയുടെ പേര്. കേരളത്തിലെ ഒട്ടുമിക്ക ഉമാ സംഘടന തുടങ്ങിയ കാലം മുതൽ അവിടുത്തെ ലീഗൽ അഡ്വൈസറായിട്ട് അന്ന് മുതൽ ഈ സംഘടനയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന അടുത്ത പ്രോജക്റ്റുകളിലും തീർച്ചയായിട്ടും അവിടെ വേണ്ടുന്ന സഹായങ്ങൾ, നിയമസഹായങ്ങൾ കൂടാതെ ഈ പറഞ്ഞ ഈവൻ ഓരോ സൈറ്റ് ഇൻസ്പെക്ഷൻ വരെ ഞങ്ങളുടെ നേതൃത്വത്തിലായിരിക്കും നടക്കുക. അതിലൊരു സന്തോഷമുണ്ട്. കിട്ടുന്ന സമയം അത്രയും ഈ സംഘടനയ്ക്ക് വേണ്ടി ചെലവഴിക്കണം ആഗ്രഹിക്കുന്നു. ഇത് ഒന്നിച്ച് കൊണ്ടുപോയി ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ്, ഇത് ഏറെ പറഞ്ഞാൽ പാതിമുക്കാല രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞതാണ്. അതിനുശേഷം അന്ന് കൂടാമെന്ന് പറഞ്ഞ പലരും വിട്ടു നിന്നപ്പോൾ ഒന്ന് പുനഃസംഘടിക്കണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൊണ്ടെത്തി. അങ്ങനെ പ്രസിഡന്റ് ഇപ്പം ഈ കൂടിയിരിക്കുന്ന മീറ്റിങ്ങിൽ ഉള്ള അംഗങ്ങളെ മാത്രം ചേർത്തുകൊണ്ട് ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ എല്ലാ കലാകാരന്മാരാണ് വന്നിരിക്കുന്നത്. ഞാൻ അഭിനേതാവിന്റെ നിലയിലല്ല ഞാൻ സംസാരിക്കുന്നത്. ഈ പറഞ്ഞ പ്രോജക്റ്റുകൾ എപ്പോഴും ഒന്നിച്ചുണ്ടാവും, എല്ലാവരോടൊപ്പം ഉണ്ടാവും. എല്ലാവരും ഈ സംഘടന ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും അതിനുള്ള കഴിവും ഈ ഒരു അനുഗ്രഹവും കാര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഒരേപോലെ തുല്യത പുലർത്തുന്ന ഒരു ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഞാൻ സുബേദാർ മേജർ സലി KS 31 വർഷം ഇന്ത്യൻ ആർമിയിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുകയാണ്. 6-7 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സർവകലാ സംഘം AITUC ജോയിന്റ് സെക്രട്ടറിയാണ്. യുവകലാ സാഹിതി എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗവും വൈപ്പിൻ മണ്ഡലം സെക്രട്ടറിയാണ്. അങ്ങനെ ഒട്ടനവധി സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിനും ഇതിൻ്റെ സ്ഥാപക മീറ്റിങ്ങിനും ഞാൻ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. എന്ന് വെച്ചാൽ പലപ്പോഴും ഒരു സംഘടന എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, ആ സംഘടനയുടെ സ്ട്രക്ചർ, അതിൻ്റെ ആദ്യം തുടങ്ങി ആ സ്ട്രക്ചറിൽ, അതുകൊണ്ടാണല്ലോ ഒരു ലീഗൽ അഡ്വൈസറെ പോലും ആദ്യമേ തന്നെ ഈ സംഘടനയുടെ ആ നടത്തിപ്പ് യോഗത്തിൽ തന്നെ കൊണ്ടുവരാൻ നമ്മുടെ അജിത മേഡത്തിന് ആയത്. ആരെയും പറഞ്ഞ് പറ്റിക്കാതെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട്, എന്ന് വെച്ചാൽ സിനിമാ ഫീൽഡിലെന്നുണ്ടെങ്കിൽ കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിലെല്ലാം തന്നെ പൊതുവെ നടക്കുന്നത് വാഗ്ദാനങ്ങൾ മാത്രമാണ്. പക്ഷേ റിയാലിറ്റിയോട് അടുക്കുമ്പോൾ അവർക്ക് അത് എത്രത്തോളം യാഥാർത്ഥ്യമാവുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഇവിടെ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. നിങ്ങളൊരു യാഥാർത്ഥ്യത്തിലാണ്, നിങ്ങൾക്ക് അഭിനയിക്കാനുള്ള ചാൻസിലേക്കാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വാഗ്ദാനങ്ങളല്ല നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന ഓരോ സ്ത്രീകൾക്കും അവരുടേതായിട്ടുള്ള സുരക്ഷിതത്വം കൂടി അജിത മാഡം ഇവിടെ ഉറപ്പു നൽകുന്നുണ്ട്. ആരിൽ നിന്നും ഒന്നും വാങ്ങിക്കാതെ ഇങ്ങനെ നടത്തുമ്പോൾ അതിന് എത്രത്തോളം സുതാര്യതയുണ്ട് എന്ന് നമ്മൾ സ്വയം വിലയിരുത്തേണ്ടതാണ്.
ഇപ്പൊ ഞാൻ തന്നെ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് യാത്ര ചെയ്തിട്ടാണ് ഇപ്പൊ ഈ സമയത്ത് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പൊ ഇത്രയധികം പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിൽ അവരുടെ ഒരു കഴിവ് തന്നെയാണ്. അപ്പോൾ ഈ സംഘടനയ്ക്ക് വേണ്ടി എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളിൽ നിങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്നും അതോടൊപ്പം ഞാനും എന്നെ കൊണ്ടാകുന്ന മറ്റു സഹോദര സംഘടനകളിൽ നിന്നുമുള്ള എല്ലാ വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വിവിധ മേഖലകളിൽ കൈവച്ച സൈദുലാൽ സാറ് ട്രിവാൻഡ്രത്തുനിന്ന് എത്തിയിട്ടുണ്ട്. കൂടെ എത്തിയിരിക്കുന്ന സാറിന്റെ പേരൂടെ ഹരി സാർ ഒന്ന് എന്തായാലും വന്ന ക്ഷീണം തീർക്കുന്നതിന് മുമ്പ് തന്നെ വന്ന കാര്യം ഇരിക്കാതെ നിൽക്കുന്ന കാര്യം ഒന്ന് സംസാരിച്ചിട്ടൊന്നിരുന്നാൽ കൊള്ളായിരുന്നു. 2 വാക്ക് എന്നിട്ട് ബാക്കി നമുക്ക് കലാപരിപാടികൾ കത്തിക്കാം. 2 വാക്ക് ഒന്ന് സ്വയം പരിചയപ്പെടുത്തി. ഞങ്ങളോട് എറണാകുളത്ത് വീഡിയോ ലോഞ്ചിങ് ഉണ്ടായിരുന്ന ആളാണ്. എന്തായാലും എൻ്റെ ക്ഷണം സ്വീകരിച്ച് കമ്പനിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടുത്തെ സാറിനും സാറിൻ്റെ ഫ്രണ്ടിനും വളരെ നന്ദി. സ്വാഗതം. സംവിധായകനായിട്ടും ജോലി നോക്കുന്നുണ്ട്. കഴിഞ്ഞ വളരെ ഒരു വർഷം ആയി 1.5 വർഷത്തോളം ആയി ഞാൻ ഈ ഉമ എന്ന് പറയുന്ന സംഘടനയിൽ ഏറ്റവും വേണ്ട സുഹൃത്ത് അയാളുടെ പേര് സജിത്ലാൽ എന്നാണ്. അയാൾ ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇതിലൂടെ എത്തിയിട്ടില്ല. അയാളെന്തോ അതിലെന്തോ കാര്യമായിട്ട് പുറത്താണ്. ഇതിൻ്റെ അവരുടെ കഴിഞ്ഞ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് 10 ദിവസം അവരുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പരിചയപ്പെട്ടപ്പോഴേ നമ്മളിങ്ങനെ ഒരുപാട് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് സംഘടനകളെ ആൾക്കാരുമായിട്ടൊക്കെ പരിചയപ്പെടാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരുമായിട്ടൊന്നും ഞാൻ എൻ്റെ വ്യക്തിപരമായുള്ള ബന്ധങ്ങളൊന്നുമില്ല. നമ്മുടെ സിനിമ ക്രിയാത്മകമായ സിനിമയിൽ പ്രവർത്തിക്കുക, സംവിധായകരുമായിട്ടൊക്കെ ഇടപെടുക, അവരുമായിട്ട് പ്രവർത്തിക്കുക, നമ്മുടെ ജോലി നോക്കുക, പോവുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ എവിടെ ഈ സംഘടനയിൽ ഞാൻ പരിചയപ്പെട്ട അന്ന് മുതൽ നമ്മുടെ സുരേഷ് തിരുവല്ല പുള്ളിയെ ഞാൻ അന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഇവിടെ ഇതിനകത്തൊക്കെ ഒരു ജെന്യുവിനിറ്റി തോന്നി, ഒരു സത്യസന്ധത. സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറച്ചധികം ആൾക്കാർ, സിനിമയിൽ എത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർ വളരെ സത്യസന്ധമായിട്ട്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രചോദനം നൽകിയത് ഈ സൈദുലാൽ എന്ന് പറയുന്ന ഫയർഫോഴ്സ് ജോലിയുള്ള ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അവരൊക്കെ ഇതിനകത്ത് ഇത്തരത്തിലുള്ള സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ 95% ആൾക്കാരും അതിൻ്റെ തട്ടിപ്പും വെട്ടിപ്പും നിങ്ങൾ ഇത്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ചൂഷണം ചെയ്യലും ഒക്കെയാണ് സിനിമയുടെ ഭാഗമായിട്ട് നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ സംഘടനയിൽ ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഇവരൊക്കെ തന്നെ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഞാൻ ഇവിടെ നിന്നപ്പോൾ വരാൻ കാരണം തന്നെ അതുകൊണ്ടാണ്. കാരണം നമ്മളിങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മൾ എടുക്കാറില്ല. എൻ്റെ കൂടെ വന്ന ഹരി പഞ്ചായത്ത് ഉദ്യോഗസ്ഥനാണ്, പഞ്ചായത്ത് സൂപ്രണ്ടാണ്. അപ്പോൾ പുള്ളി സിനിമയോട് വളരെ ആഗ്രഹമുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഹരിയെ വിളിച്ചുകൊണ്ട് ഞാൻ വന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത്, സിനിമ നമ്മളിന്ന് ഇവിടെ വന്നിരിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കാനുള്ള കാരണം തന്നെ ഈ സിനിമ എന്ന് പറയുന്നത് എല്ലാവരെയും അഭിനയിക്കാനും സിനിമയുടെ സാങ്കേതിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കാനും ഒക്കെ വളരെ താല്പര്യമുള്ള ആൾക്കാരാണ് ഈ കൂടിയിരിക്കുന്ന നിങ്ങൾ അധികം പേർ. പലരും പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട് ഒക്കെ. പക്ഷെ ഇവർക്ക് ആർക്കും നിങ്ങളെ പോലെ പലർക്കും ഈ സിനിമയിലൊന്നും എത്തപ്പെടാൻ പറ്റുന്നില്ല. സിനിമ ഇപ്പോൾ നമുക്കറിയാം പണ്ടത്തെ പോലെയൊന്നും അല്ല. സിനിമ ഇപ്പോൾ ഒരു 5-6 ആൾക്കാരുടെ കയ്യിൽ മാത്രമാണ്. ഈ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ വന്ന് കൂടിയിരിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ സിനിമ ചെയ്യാൻ പറ്റണം. സിനിമയിൽ അഭിനയിക്കാനോ പാടാനോ അല്ലെങ്കിൽ എഴുതാനോ അവരുടെ കഴിവുകൾ തെളിയിക്കാനോ ഒക്കെ പറ്റണം. വെറുതെ ഞാൻ ഇവരുടെ ഗ്രൂപ്പുകളിൽ ഇന്ന് വരെയും ഈ ഗ്രൂപ്പിൽ ഞാൻ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല, ഒരു ഹായ് പോലും ഇട്ടിട്ടില്ല. ആദ്യം തുടങ്ങിയ ഒരു ദിവസം മാത്രമേ ഹായ് ഇട്ടിട്ടുള്ളൂ. അന്വേഷിച്ചിട്ട് ഇന്നത്തെ ഈ ദിവസം വരെ ഒരു ഹായ് പോലും നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നിട്ടില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, വെറുതെ ഈ പാട്ടും അവിടെ കുറേ പ്രസംഗവും കുറേ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് കുറേ വിമർശനവും മാത്രമല്ലാതെ സിനിമ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഇത്രയും പേര് കൂടിയിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പല മോഹങ്ങളുമായിട്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ അഭിനയിക്കണമെന്നായിരിക്കും, ചിലപ്പോൾ കഥ എഴുതണമെന്നായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ സാങ്കേതിക വശങ്ങൾ ക്യാമറ ചെയ്യുന്നവനായിരിക്കും, ചിലപ്പോൾ മേക്കപ്പ് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ ഡാൻസ് ചെയ്യാനായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്ക് പറയാനുള്ളത്, ഇവരോടൊക്കെ പറയാനുള്ളത്, ഇവിടേക്ക് നിങ്ങളെയൊക്കെ എത്തിക്കണം. എന്തായാലും വെറുതെ നമ്മളിവിടെ വന്നിരുന്ന് ചായയും കുടിച്ച് പാട്ടും കേട്ട് എന്നല്ലേ ആഹാരം കഴിച്ച് പോകുന്നതിനപ്പുറം നിങ്ങൾക്കൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റണം. ഈ സിനിമ ഉണ്ടാക്കുമ്പോൾ ഈ സിനിമയിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ കൊണ്ട് കഥ എഴുതിപ്പിക്കണം,
അവരെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കണം, അവരെ കൊണ്ട് ക്യാമറ ചെയ്യിപ്പിക്കണം, അവരെ കൊണ്ട് മേക്കപ്പ് ചെയ്യിപ്പിക്കണം, അവരെ കൊണ്ട് കോസ്റ്റ്യൂം വസ്ത്രാലങ്കാരം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഒക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റണം, എങ്കിൽ മാത്രമേ ഇതൊരു കാര്യവും. അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. എന്നുവെച്ചാൽ ഇപ്പോൾ ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും സിനിമയിൽ എത്താൻ പറ്റട്ടെ. സിനിമയിൽ നടനായും നടിയായും തിരക്കഥാകൃത്തായും എല്ലാ മേഖലകളും 264 ഘടകങ്ങളുണ്ട് സിനിമയിൽ. അതിലെവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെയൊക്കെ ആഗ്രഹപ്രകാരം എത്താൻ പറ്റണം. എത്തിക്കാൻ ഇവിടുത്തെ ഇതിൻ്റെ സംഘാടകർക്ക് കഴിയണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ചേച്ചി നല്ല സ്വഭാവമാണ്, ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. ഒരു കാര്യത്തിലും ആർക്കും ഒരു ചിന്ത വേണ്ട. ഇപ്പം ചേച്ചിയുടെ കൂടെ എവിടെ വന്നാലും ചേച്ചിയുടെ കൂടെ നിൽക്കണം എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്. എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്നിട്ടുണ്ട്. ചേച്ചി പരിചയപ്പെടുത്തി നമ്മളൊരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന സിനിമയുടെ ലോഞ്ച്, മ്യൂസിക് ലോഞ്ചിനാണ്. അപ്പം ഞാനൊരു സിംഗറാണ് ബേസിക്കലി. അപ്പോൾ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. അതിലൊരു പാട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ പ്രശാന്ത് മോഹൻ്റെ കൂടെ ഞാൻ വേറൊരു പാട്ട് ചെയ്തിരുന്നു. അതിൻ്റെ കുറച്ച് പാട്ടുകൾ വേറെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഘടനയുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും വന്ന് ഇങ്ങനെയുള്ള മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കും. താങ്ക് യു. പഠിക്കുകയും ചെയ്തു. പ്രൊഫഷണലി ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യം എന്റെ തന്നെ ശരിയാക്കി. അത് ഡോക്ടർ പറഞ്ഞ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. എൻ്റെ പിള്ളേരോടൊന്നും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പിന്നെ ചെടിയൊക്കെ വേണ്ട അമ്മയാണ്. അപ്പോൾ അവരെ കുറച്ച് ഭയങ്കര മനസ്സിലാക്കി. പിന്നെ സിനിമ ചെയ്തു. അത് വരുന്നപ്പോൾ കഴിഞ്ഞ മാസം എത്തി. പിന്നെ സൂത്രി മാറിയാണ് ചെയ്തിട്ടുണ്ട്. ആൽബം മേസാണ് ചേട്ടൻ വന്നിട്ടാണ് ആൽബം ചെയ്തു. പിന്നെ സീരിയൽ സീരിയലൊക്കെ സുഷമ വന്നതാകുന്നു. കുടുംബശ്രീ ശാഖയിലാണ് സുഗന്ധം വന്നതാകുന്നു. പിന്നെ കടൽപ്പൂരിനകത്ത് ഓട്ടത്തിന് ലൈഫ് സഹിച്ചു ഒക്കെ ചെയ്തു. പിന്നെ സിനിമ വളരെ റീച്ചായിട്ടുള്ളൂ. ബാക്കി വളരെ വരുന്നുണ്ട്. എല്ലാവർക്കും നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ. സിനിമയായി സീരിയൽ എല്ലാവരും ഒരുപാട് ആശംസിക്കുന്നു. കാറ്റൊന്നും
നമുക്ക് സംഘടനയുമായിട്ട് ഈ പറയുന്ന ഞാൻ എപ്പോഴും പറയും